പനത്തടി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം മാർച്ച് 21, 22, 23 തീയതികളായി നടക്കും. ചെറുപനത്തടി പാണ്ഡ്യാലക്കാവ് ക്ഷേത്ര പാടശേഖരത്ത് ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. മതസൗഹാർദ്ദ സന്ദേശവുമായി ചെറുപനത്തടി പാണ്ഡ്യാലക്കാവ് ക്ഷേത്ര പാടശേഖരത്ത് ജൈവ പച്ചക്കറി കൃഷി. പനത്തടി താനത്തിങ്കാൽ വയനാട്ടുകുലവൻ തീയൻകെട്ട് മഹോത്സവത്തിന് അന്നദാനത്തിനായുള്ള പച്ചക്കറി കൃഷി പനത്തടി സെന്റ് ജോസഫ് ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ആശിഷ് അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ സംസ്കാരത്തോട് നാനാജാതി മതസ്ഥരോട് കാണിക്കുന്ന വലിയ നന്മയുടെ ഒരു പുറപ്പാട് കൂടിയാണ് എന്ന് കരുതുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളെ വിളിക്കുകയും അതുപോലെ ഇതിന്റെ ഭാഗമാക്കി ഞങ്ങളെ മാറ്റുകയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടും കൂടി സഹകരിച്ച് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകൾ നേരുന്നു. എൻ്റെ ഔദ്യോഗികമായ കടമ ഉദ്ഘാടനം നടത്തുക എന്നുള്ളതാണ്. കുറച്ച് വിത്തിട്ടിട്ടുണ്ട്, അത് മുളയ്ക്കണം എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും വിത്തിട്ടിട്ടുണ്ട്, അതെല്ലാം മുളച്ച് മനോഹരമായ പച്ചക്കറികളാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, വേണമെങ്കിൽ പൈസ കൊടുത്ത് പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി നമുക്ക് വരുത്താം. പക്ഷേ അതല്ല, നമ്മുടെ മണ്ണിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തന്നെ പച്ചക്കറി വിത്തുകളിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ച് ഒരു നല്ല പച്ചക്കറി തോട്ടം രൂപീകരിച്ച് ഒടുവിൽ നമ്മൾ തന്നെ പച്ചക്കറികൾ കൊയ്തെടുക്കുമ്പോൾ, വാക്ക് ശരിയാണെന്ന് അറിയില്ല, കൊയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ പറിച്ചെടുക്കുമ്പോൾ അതിലൊരു നന്മ മാത്രമല്ല, നമ്മുടെ എല്ലാം ഐക്യമുണ്ട്, നമ്മുടെയൊക്കെ സന്തോഷമുണ്ട്, നമ്മുടെ എല്ലാവരുടെ സഹകരണങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ ബാലചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ കൂക്കൽ ബാലകൃഷ്ണൻ, ജനപ്രതിനിധികളായ എൻ വിൻസെന്റ്, രാധാ സുകുമാരൻ, എച്ച് വിഘ്നേശ്വര ഭട്ട്, മനോജ് പുല്ലുമല, കെ അബ്ദുള്ള, മാത്യൂസ് കേളഞ്ചേരി, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സി ചക്രപാണി, വി കുമാരൻ, കെ സുകുമാരൻ നായർ, ടി ഉണ്ണികൃഷ്ണൻ, ടി പി ശശികുമാർ, ടി പ്രശാന്ത് കുമാർ, രാജേഷ്, ഗീത വളപ്പിൽ, സി മാധവി എന്നിവർ സംസാരിച്ചു. 2025 മാർച്ച് 21, 22, 23 തീയതികളിലാണ് തീയൻകെട്ട് മഹോത്സവം നടക്കുക. ന്യൂസ് ബ്യൂറോ, രാജപുരം.